റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത കൂട്ടാളിയും മിസൈൽ വിദഗ്ധനുമായ മിഖായൽ ഷാൽസ്കി കൊല്ലപ്പെട്ടു. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി മിസൈലുകൾ വികസിപ്പിക്കുന്ന മാർസ് ഡിസൈൻ ബ്യൂറോ എന്ന റഷ്യൻ കമ്പനിയുടെ സോഫ്റ്റ്വെയർ വകുപ്പിന്റെ തലവനും ഡിസൈൻ വിഭാഗം ഡെപ്യൂട്ടി ജനറലുമാണ് മിഖായൽ ഷാൽസ്കി. ക്രെംലിനിൽ നിന്ന് 8 മൈൽ അകലെ കോട്ടനിൽക്കിയിലെ കുമിൻസ്കി ഫോറസ്റ്റ് പാർക്കിൽ വെച്ച് അജ്ഞാതനായ കൊലയാളിയാണ് മിഖായലിനെ വെടിവെച്ചത്. ആസ്ട്ര ടെലഗ്രാം ചാനലും മറ്റ് റഷ്യൻ യുക്രൈൻ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഷ്യൻ ബഹിരാകാശ സൈനിക വ്യവസായത്തിൽ ഗൈഡൻസ് സിസ്റ്റംസ് നിർമ്മിക്കുന്ന കമ്പനിയിലായിരുന്നു ഷാൽസ്കിന് ആദ്യം ജോലി. 2017 ഡിസംബർ മുതൽ റഷ്യൻ കോർപ്പറേഷനായ റോസാടോംസിന്റെ ഭാഗമായിരുന്നു ഈ കമ്പനി. അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ മിഖായേൽ റഷ്യയുടെ KH-59 ക്രൂസ് മിസൈൽ KH-69 ലെവലിലേക്ക് ഉയർത്തിയ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. KH-59 ക്രൂസ് മിസൈലുകളാണ് യുക്രൈനെതിരെ റഷ്യൻ സൈന്യം പ്രയോഗിച്ചത്. റഷ്യൻ ഡ്രോണുകളിലും വിമാനങ്ങളിലും ബഹിരാകാശ വാഹനങ്ങളിലും AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന്റെ മുഖ്യ പ്രയോക്താവായിരുന്നു മിഖായൽ ഷാൽസ്കി. അദ്ദേഹം കൊല്ലപ്പെട്ട വിവരം റഷ്യൻ വിരുദ്ധ മാധ്യമ പ്രവർത്തകനായ അലക്സാണ്ടർ നെവ്സോവ് ടെലഗ്രാം ചാനലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപകടകാരിയായ ക്രിമിനലിനെ വകവരുത്തിയെന്നായിരുന്നു പരാമർശം. മഞ്ഞിൽ പുതഞ്ഞ് ഷാൽസ്കിയുമായി സാദൃശ്യമുള്ള ആൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോകൾ നെവ്സോവ് പങ്കുവച്ചു. ഷാൽസ്കിയെ വകവരുത്തിയത് യുക്രൈൻ ഡിഫൻസ് ഇന്റലിജൻസ് ആണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. യുക്രൈന്റെ ഔദ്യോഗിക സൈനിക രഹസ്യാന്വേഷണ വിഭാഗമാണ് യുക്രൈൻ ഡിഫൻസ് ഇന്റലിജൻസ്. ഇവർ ഷാൽസ്കിയെ ലക്ഷ്യം വെച്ച് മോസ്കോയിൽ പ്രത്യേക ഓപ്പറേഷൻ നടത്തിയിരുന്നതായിട്ടാണ് സൂചന. എന്നാൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ യുക്രൈൻ ഏറ്റെടുത്തിട്ടില്ല.